നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. 2020 ഏപ്രിൽ 14 കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് എന്ന പ്രദേശത്ത് ഗഫൂർ ഹാജി എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം 4 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കൊലപാതകത്തിന് കാരണം മന്ത്രവാദമായിരുന്നു, ജിന്നുസേവയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോമഡി നമ്മൾ ആലോചിക്കണം. കാരണം സാക്ഷര കേരളത്തിൽ പ്രത്യേകിച്ചും ഗഫൂർ ഹാജി എന്ന് പറയുന്ന ആൾ പ്രവാസി വ്യവസായിയാണ്. അദ്ദേഹത്തിന് 4-5 സൂപ്പർ മാർക്കറ്റുകൾ ഷാർജയിലുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹമാണ് 596 പവൻ ഈ കൊലപാതകം ചെയ്ത ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമ KP അവരുടെ KPക്കും അവരോടൊപ്പമുള്ള 2 പേർക്കും അവരുടെ ഭർത്താവിനുമായി കൊടുത്തത്. ഉദ്ദേശം ആ സ്വർണം ജിന്നിൻ്റെ സേവ കൊണ്ട് ഇരട്ടിയാക്കുക എന്നതായിരുന്നു. പക്ഷേ സ്വർണം ഇരട്ടിയായില്ല എന്ന് മാത്രമല്ല, കൊടുത്ത സ്വർണവും അപ്രതീക്ഷിതമായി എന്നാണ് ഷമീമ KP അദ്ദേഹത്തെ ഗഫൂർ ഹാജി അറിയിച്ചത്. അത് ജിന്ന് അപ്രതീക്ഷിതമാക്കിയതാണ്, ഉടനെ തന്നെ ഇരട്ടിയായിട്ട് പ്രത്യക്ഷപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറച്ചുനാൾ പിടിച്ചു നിർത്തുവാൻ സാധിച്ചെങ്കിലും അദ്ദേഹം നിരന്തരമായും സ്വർണം ചോദിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൊന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹം പ്രവാസി വ്യവസായിയാണ്, ലോകം ഒരുപാട് കണ്ട ആളാണ്. 4-5 സൂപ്പർ മാർക്കറ്റുകൾ ഷാർജയിലുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും അദ്ദേഹം ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയതിൻ്റെ കാരണവും അറിയുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹം ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അത്രത്തോളം തീവ്രമായ ഒരു ഈമാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിൽക്കേണ്ട ആളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ മന്ത്രവാദികളുടെ പ്രലോഭനത്തിൽ വിശ്വസിച്ചു. സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി തൻ്റെ ബന്ധുക്കളുടെ നിന്നും സഹോദരൻ്റെ നിന്നും ഉൾപ്പെടെ 596 പവൻ സ്വർണം വാങ്ങി ഷമീമ KP ജിന്നിൻ്റെ സേവയാൽ ഇങ്ങനെ സമ്പത്തൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കുവാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ഷമീമ KPക്കും അവരുടെ ഹസ്ബൻഡുമായി കൊടുത്തു. അവർ കുറേ പൂജകളൊക്കെ ചെയ്തു. സ്വർണം അപ്രതീക്ഷിതമായി ഉടനെ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അതുണ്ടായില്ല. കുറേ നാളൊക്കെ ഗഫൂർ ഹാജി ഇവരെ പിറകിൽ നടന്നു. ഒടുവിൽ അദ്ദേഹം സ്വർണം ചോദിക്കും എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ തന്ത്രപൂർവ്വം കൊല ചെയ്യപ്പെടുത്തി എന്നാണ് അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം 2020 ഏപ്രിൽ 14 എന്ന് പറയുന്നത് ഒരു റംസാൻ നോമ്പ് സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളെയും അടുത്തുള്ള തൻ്റെ ഭാര്യ വീട്ടിലാക്കിയതിന് ശേഷം അത്താഴം കഴിക്കുന്നതിന് വേണ്ടി ഭാര്യ വീട്ടിലോട്ട് വരാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം പോയില്ല. തുടർന്ന് ഭാര്യ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് കിട്ടിയില്ല. അദ്ദേഹത്തെ ഫോൺ ലഭിച്ചില്ല. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം ഡോറ് തുറന്നു കിടക്കുന്നതും അദ്ദേഹം മരിച്ചു കിടക്കുന്നതായും കണ്ടത്. പക്ഷേ അവർ വിചാരിച്ചത് അത് ഹൃദയസ്തംഭനമായിരിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകന് ഈ മന്ത്രവാദികളുമായി അദ്ദേഹത്തിനുള്ള ബന്ധത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു. അതാണ് ഖബർസ്ഥാൻ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനും ഈ മരണകാരണങ്ങളിലേക്ക് നയിച്ച സംഭവങ്ങൾ പുറത്തു വരാനും കാരണം എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുണ്ട്. എന്തായാലും സ്വർണം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് കിട്ടുന്ന വിവരങ്ങൾ. ഈ സ്വർണം കണ്ടെത്തിയാൽ മാത്രമേ സ്വർണം കണ്ടെത്തുകയും ആ സ്വർണം ഉടമസ്ഥർ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കേസിന് കൂടുതൽ ഉപോത്ഫലമായ തെളിവുകൾ നിലനിൽക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്ര വലിയ നിയമവിദഗ്ധനല്ല, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ കൂടി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും ഇത് ലോകപരിചയം ഒരുപാടുള്ള ആളുകൾ സ്വർണം ഇങ്ങനെ ഇരട്ടിപ്പിക്കാൻ ജിന്നുകൾക്കൊക്കെ കഴിയും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക. ഞാൻ പ്രവാസിയായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് വ്യവസായികളാണ് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ചും ഈ ഷമീമ KP എന്ന് പറയുന്ന വ്യക്തി അവർ നേരത്തെ ഹണി ട്രാപ്പിലൊക്കെ പ്രതിയായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ വിശ്വസിക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ വിശ്വസിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ജമാഅത്ത് കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ജിന്നു സേവകൾ യാതൊരു നിയമ തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. പ്രത്യേകിച്ചും ജമാഅത്ത് കമ്മിറ്റികൾ ഇതിനൊക്കെതിരെ ഒരു ബോധവത്കരണം നടത്തേണ്ടതുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇത് ആ സമുദായത്തെ അവഹേളിക്കുന്ന തരത്തിലാണ്. സമുദായത്തിൽ ഒരു യാതൊരുവിധ പ്രോത്സാഹനവും ലഭിക്കേണ്ട കാര്യമല്ല. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ജീവിച്ച അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം, ഇത്തരം മന്ത്രവാദം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്നാൽ അവിടെ ഇതൊക്കെ ചെയ്താൽ അവരെ പിടിച്ച് ജയിലിലാക്കും. പിന്നെ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. അത്രത്തോളം ശക്തമായ നിയമങ്ങളാണുള്ളത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ചില പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അനുവദിച്ചു കൊടുക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ജമാഅത്തുകൾ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ബോധവത്കരണം വേണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പൂച്ചക്കൽ
ഗഫൂർ ഹാജിയുടെ സമീപസ്ഥമായ ജമാഅത്തുകൾ ഗഫൂർ ഹാജിയുടെ പ്രശ്നം ഉണ്ടായതിനു ശേഷം വളരെ കണ്ണിങ് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. അവർ ശക്തമായി ഈ ഷമീമ കെ പി എന്ന് പറയുന്ന ജിന്നുമ്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പൊക്കെ അവർ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിരുന്നുവെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ജമാഅത്തുകൾ കൂടുതൽ കണ്ണിങ് ആയിട്ട്, കൂടുതൽ കാര്യക്ഷമമായി, പ്രത്യേകിച്ചും മതസംഘടനകൾ, പുരോഗമന സംഘടനകൾ ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതു ജാതി മതത്തിൻ്റെ പേരിലായാലും ഇത്തരം അനാചാരങ്ങൾ ചിലപ്പോൾ മതവിശ്വാസങ്ങളും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അത് വളരെ നല്ലതാണ്. നമ്മുടെ മാനസിക സംതൃപ്തിക്കും നമ്മുടെ ടെൻഷനുമൊക്കെ പരിഹരിക്കാൻ ഒരുപാട് ഉതകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ജനങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ പ്രതികരിച്ച് മാറ്റി നിർത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഇത് ആദ്യത്തേതോ രണ്ടാമത്തതോ മൂന്നാമത്തതോ അല്ല കൊലപാതകമല്ല. നിരന്തരം ഇങ്ങനെ കുട്ടിച്ചാത്തൻ സേവയുടെ പേരിലും ജിന്നു സേവയുടെ പേരിലും ഒക്കെ, സാത്താൻ സേവയുടെ പേരിലുമൊക്കെ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ജനങ്ങൾക്ക് ബോധവത്കരണം നൽകുക. അതുപോലെ തന്നെ ഇത്തരം മതസ്ഥാപനങ്ങൾ, ഏത് മതത്തിൽപ്പെട്ട സ്ഥാപനങ്ങളായാലും ഇതിനെതിരെ പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.